ഇടതുമുന്നണി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് രാജ്യസഭ സീറ്റ് നൽകുമോ? അത് വാങ്ങിച്ചെടുക്കാനുള്ള കരുത്ത് ഇന്ന് കേരള കോൺഗ്രസിനുണ്ടോ? രാജ്യസഭയിലേക്ക് ഇടതുമുന്നണിക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ സീറ്റ് CPI-യെയും RJD-യെയും തഴഞ്ഞ് മാണി ഗ്രൂപ്പിന് കൊടുത്തുകൊണ്ട് എല്ലാം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ CPM-ന് സാധിക്കുമോ? അവർ അതിന് തയ്യാറാകുമോ? ഇതാണിപ്പോൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്. CPM, CPI, കേരള കോൺഗ്രസ്, മാണി ഗ്രൂപ്പ് പാർട്ടികളുടെ സീറ്റുകളാണ് ഒഴിവ് വരുന്നത്. മൂന്ന് കൂട്ടർക്കും തങ്ങളുടേത് എന്ന് അവകാശപ്പെടാവുന്ന സീറ്റുകളാണ്. നേരത്തെ ഒഴിവന്ന ഒരു സീറ്റ് കിട്ടിയ പാർട്ടിയാണ് CPI. അതുകൊണ്ട് തന്നെ മുന്നണിയിലെ മൂന്നാമത്തെ കക്ഷിയെന്ന നിലയിൽ മാണി ഗ്രൂപ്പ് ചോദിക്കുന്നത് അവരുടെ ചെയർമാന് വേണ്ടിയാണ്. അതുകൊണ്ട് അവരുടെ അവകാശവാദത്തിന് മുന്നണി മര്യാദ അനുസരിച്ച് കൂടുതൽ ന്യായമുണ്ട്. 140 അംഗ നിയമസഭയാണ് 3 രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ജൂലൈ 1-നാണ് നിലവിലുള്ള രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി പൂർത്തിയാകുന്നത്. 45ഓളം വോട്ട് കിട്ടിയാലേ ഒരു പ്രതിനിധിയെ ജയിപ്പിക്കാനാവൂ. ഇടതുമുന്നണിയിൽ CPM-ന് തന്നെ 68 സീറ്റുണ്ട്. അതായത് അവർക്കൊരാളെ പാട്ടും പാടി വിജയിപ്പിക്കാനാവൂ. രണ്ടാമത്തെ കക്ഷിയായ CPI-ക്കുള്ളത് 17 സീറ്റാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് 5-ഉം രാജ്യസഭയിലേക്ക് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്ന RJD-ക്ക് 1 സീറ്റുമാണുള്ളത്. അവർക്കെല്ലാം ഒരാളെ ജയിപ്പിച്ചെടുക്കണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം വേണം. കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ ജോസിന് വേണ്ടിയാണെങ്കിൽ RJD സംസ്ഥാന അധ്യക്ഷൻ ശ്രേയാംസ് കുമാറിന് വേണ്ടിയാണ് സീറ്റ് ചോദിക്കുന്നത്. CPM-ന് ഒഴികെ ആർക്കും സ്വന്തം വോട്ടുകൾ കൊണ്ട് ഒരാളെ ജയിപ്പിക്കാനാവില്ല. CPI അഥവാ പിണങ്ങിപ്പോയാൽ പോലും CPM-നും മറ്റ് കക്ഷികൾക്കും കൂടി രണ്ടാമനെ ജയിപ്പിക്കാനാവും. അതായത് CPM-ൻ്റെ തീരുമാനമാണ് ഇക്കാര്യത്തിൽ നിർണായകം. ഒരു സംശയം വേണ്ട. അത് മുഖ്യമന്ത്രിയാവും പ്രഖ്യാപിക്കുന്നത്. ജോസ് കെ മാണിയും റോഷിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഇരിപ്പുവശം നോക്കിയാൽ തീരുമാനം ജോസ് കെ മാണിക്ക് അനുകൂലമാകേണ്ടതാണ്. പല രാഷ്ട്രീയക്കാരെയും പോലെ രണ്ട് മുഖമില്ലാത്ത ആളാണ് പിണറായി. അദ്ദേഹം വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കും. മാണിയുടെ തന്ത്രങ്ങളൊന്നും ഇന്ന് കേരള കോൺഗ്രസ്സിൽ ആർക്കുമില്ല. 2027-ൽ സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് CPI-യെ സ്വാധീനിപ്പിക്കാൻ പിണറായിക്കാവുമോ എന്നാണ് ഇനി അറിയേണ്ടത്. രാജ്യസഭയിൽ ഒരു സീറ്റുള്ള അവർ അതിന് സമ്മതിക്കുന്നത് ന്യായമാണ്. 2022 ഏപ്രിലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് രാജ്യസഭാ സീറ്റ് ലഭിച്ചതാണ്. അവരുടെ സന്തോഷ് കുമാർ അങ്ങനെയാണ് രാജ്യസഭ അംഗമായത്. കേരള കോൺഗ്രസിനും രാഷ്ട്രീയ ജനതാദളിനും രാജ്യസഭാ സീറ്റ് UDF നൽകിയതാണ്. കോൺഗ്രസിന് നിലവിലുണ്ടായിരുന്ന സീറ്റുകൾ ത്യജിച്ചാണ് ഇവർക്ക് നൽകിയത്. LDF-ലെത്തിയ ഇവർക്ക് ആ സീറ്റുകൾ തുടർന്ന് നൽകുക എന്നത് മുന്നണി രാഷ്ട്രീയ മര്യാദയാണ്. നേരത്തെ RSP-യിലെ NK പ്രേമചന്ദ്രന് രാജ്യസഭാ സീറ്റ് LDF നൽകിയിരുന്നു. ഇപ്പോൾ CPM-ന് 4 സീറ്റും CPI-ക്ക് 1 സീറ്റുമാണുള്ളത്. എല്ലാ സീറ്റുകളും CPM, CPI എന്നിവർ മാത്രം പങ്കിട്ടെടുക്കുന്നതിൽ അനൗചിത്യമുണ്ട്. LDF-ൽ എല്ലാ ഘടകകക്ഷികൾക്കും മന്ത്രിസ്ഥാനം നൽകിയപ്പോൾ രാഷ്ട്രീയ ജനതാദളിലെ KP മോഹനെ മാത്രം മാറ്റി നിർത്തി അവരെ ഒഴിവാക്കി. അത് ക്രൂരമായ വിവേചനമാണ്. ദേശീയ തലത്തിൽ BJP ഘടകകക്ഷിയായ ദേവഗൗഡയുടെ ജനതാദൾ എസിൻ്റെ പ്രതിനിധി K. കൃഷ്ണൻകുട്ടി LDF മന്ത്രിസഭയിൽ ഇപ്പോഴും തുടരുന്നു. BJP മുന്നണിയായിട്ട് പോലും അവരെ മന്ത്രിസഭയിൽ നിലനിർത്തി. എന്നിട്ട് പോലും RJD-യെ തഴഞ്ഞു. ഇപ്പോൾ രാജ്യസഭ കൂടി കിട്ടിയില്ലെങ്കിൽ അവർ ഇത്രയും അവഗണന സഹിച്ച് ഇടതുമുന്നണിയിൽ നിൽക്കണോ എന്ന് ആലോചിക്കും. UDF പാളയത്തിലേക്ക് തിരിച്ചു പോകാൻ സന്നദ്ധരാകും. നിങ്ങൾ എന്നെ UDF ആക്കിയെന്ന് ശ്രേയാംസ് കുമാർ ഉറക്കെ പറയും.